എന്തുകൊണ്ടാണ് പുതുതായി ഇറങ്ങുന്ന പ്രിന്ററിൽ എല്ലാം തന്നെ ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ഉള്ളത്? ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പ്രിന്റ് ക്വാളിറ്റി കൂട്ടാം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റമായി കമ്പയർ ചെയ്താൽ ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിന് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഉള്ളത്? നമ്മുടെ കയ്യിലുള്ള 3D പ്രിന്റർ എങ്ങനെ ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും? ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് ഹരികുമാർ. 3D പ്രിന്റിംഗ് ടിപ്സ് ആൻഡ് അപ്ഗ്രേഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള 4ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റം വേഴ്സസ് ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം. ആദ്യം തന്നെ എന്താണ് ഈ എക്സ്ട്രൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ കയ്യിലുള്ള എൻഡർ 3 ആണ് ഈ ഇരിക്കുന്നത്. ഈ എൻഡർ 3യുടെ ഹോട്ടന്റ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്, ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത്. ഈ ഒരു ഹോട്ടന്റ് ആണ് ഫിലമെന്റിനെ മെൽറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഹോട്ടന്റിലേക്ക് ഫിലമെന്റിനെ നമുക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രൂഷൻ സിസ്റ്റം വേണം. അതായത് ആ ഫിലമെന്റിനെ ഹോട്ടലിലേക്ക് തള്ളി വിടാനായിട്ട് ഒരു സിസ്റ്റം വേണം. അതാണ് നമ്മുടെ എക്സ്ട്രൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനുവേണ്ടി 3D പ്രിന്ററുകൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പർ മോട്ടറും ഒരു സെറ്റ് ഓഫ് ഗിയേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഇവ ഉപയോഗിച്ച് ഫിലമെന്റിനെ ഹോട്ടലിലേക്ക് തള്ളി വിടുകയും തിരിച്ചു വലിക്കുകയുമാണ് ചെയ്യുന്നത് ഈ ഒരു എക്സ്ട്രൂഷൻ സിസ്റ്റം. ഫിലമെന്റിനെ ആവശ്യമുള്ള ഏരിയ വരുമ്പോൾ ഈ ഒരു എക്സ്ട്രൂഷൻ സിസ്റ്റം ഫിലമെന്റിനെ താഴേക്ക് തള്ളിവിടും. ഫിലമെന്റ് ആവശ്യമില്ലാത്ത സമയം വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പർ മോട്ടർ ഈ ഫിലമെന്റിനെ മുകളിലേക്ക് വലിക്കും. അങ്ങനെ ഫിലമെന്റിനെ പുഷ് ചെയ്ത് കൊടുക്കുകയും തിരിച്ചു വലിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്ട്രൂഷൻ സിസ്റ്റത്തിന്റെ ജോലി എന്ന് പറയുന്നത്. എൻഡർ 3 പോലുള്ള 3D പ്രിന്ററിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന എക്സ്ട്രൂഷൻ സിസ്റ്റമാണ് ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എൻഡർ 3യും എൻഡറിന്റെ ഒട്ടുമിക്ക മോഡൽസിനും ഈ ഒരു ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് പ്രിന്റേഴ്സിനെല്ലാം ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ആണ്. എന്തുകൊണ്ടാണ് ഇവർ ചേഞ്ച് ചെയ്തതെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഈ കാണുന്നത് ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. ഇതൊരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ആണ്. എന്റെ എൻഡർ 3യിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ അപ്ഗ്രേഡ് ചെയ്ത ഒരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ആണ്. എൻഡർ 3യിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പർ മോട്ടറും അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗിയർ സിസ്റ്റവും എല്ലാം തന്നെ ബാക്ക് സൈഡിലായിരുന്നു വരുന്നത്. അവിടെ നിന്ന് ഒരു PTFE ട്യൂബ് വഴി ഫിലമെന്റിനെ ഹോട്ടലിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് ആ ഒരു സിസ്റ്റം ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് അപ്ഗ്രേഡ് ചെയ്യണം? എന്തിന് ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം? ഈ ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റം സ്ഥിരമായി യൂസ് ചെയ്യുന്നവർക്കറിയാം, മിക്ക ടൈമുകളിലും ഫിലമെന്റ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് സ്റ്റെപ്പർ മോട്ടറിൽ നിന്നും ഫിലമെന്റിനെ PTFE ട്യൂബ് വഴി ഹോട്ടലിലേക്ക് എത്തിക്കുന്നതിന്റെ ഇടയിൽ എവിടെങ്കിലും വെച്ച് PTFE ട്യൂബിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റെപ്പർ മോട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവിടെ വെച്ചോ പല സ്ഥലത്തും വെച്ച് ഈ ഒരു ഫിലമെന്റ് ബ്ലോക്ക് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു പ്രിന്റിന്റെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഹോട്ടലിലേക്ക് ഫിലമെന്റ് എത്താതിരിക്കുകയും ആ പ്രിന്റ് അവിടെ നിന്ന് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ബ്ലോക്ക് ആവാനുള്ള കാരണം എന്താണ്? പല കാരണങ്ങളും സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന PTFE ട്യൂബിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പർ മോട്ടറിന്റെ ഗിയറുകൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അതും അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് കയറുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ആയിരിക്കുന്നതായിരിക്കാം. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു ബൗഡൻ സിസ്റ്റത്തിൽ സ്ഥിരമായി ആവർത്തിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തിന് ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിലേക്ക് മാറണം? നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്, ഈ ഒരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിൽ ഫിലമെന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഹോട്ടലിലേക്ക് എത്തിക്കുകയാണ്. ഇത്രയും ഏരിയയിൽ മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പർ മോട്ടർ ആക്ട് ചെയ്ത് ആ ഭാഗത്ത് വെച്ചാണ് ഈ ഫിലമെന്റിനെ ഉള്ളിലേക്ക് തള്ളുന്നത്. നേരിട്ട് ഹോട്ടലിലേക്ക് എത്തിക്കുകയാണ്. ബൗഡൻ സിസ്റ്റത്തിലെ പോലെ ആ PTFE ട്യൂബ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആവാനായിട്ടുള്ള ചാൻസസും വളരെ വളരെ കുറവാണ്. നമ്മൾ മണിക്കൂറുകളോളം ഒരു പ്രിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് സ്റ്റോപ്പ് ആവുക എന്ന് പറയുന്നത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് വളരെ 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 കുറവാണ്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്നതേ. ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റത്തിൽ ബാക്കിൽ ഇരിക്കുന്ന സ്റ്റെപ്പർ മോട്ടറിന് ആ ഫിലമെന്റിനെ ആ ട്യൂബ് വഴി എല്ലാം കടത്തിവിട്ട് ഹോട്ടലിലേക്ക് എത്തിക്കണം. ഇവിടെയാണെങ്കിൽ നേരിട്ട് ഹോട്ടലിലേക്ക് എത്തിക്കാം. അവിടെ സ്റ്റെപ്പർ മോട്ടറിന്റെ വർക്ക് കുറയുകയാണ്. ഏത് സിസ്റ്റം ആയിരിക്കും എഫിഷ്യന്റ്? ഓക്കെ, സമ്മതിച്ചു, ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം എഫിഷ്യന്റ് ആണ്. പക്ഷേ പ്രിന്റ് ക്വാളിറ്റിയെ ഇത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യും? ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു എക്സ്ട്രൂഷൻ സിസ്റ്റത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഫിലമെന്റിനെ ഹോട്ടലിലേക്ക് തള്ളി വിടുക എന്നത് മാത്രമല്ല,
തിരിച്ചു വലിക്കുക കൂടിയാണ്. അതായത് ഫിലമെന്റ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ വരുമ്പോൾ ഫിലമെന്റിനെ പുറകിലേക്ക് വലിക്കണം. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രിങ്ങിങ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിൽ ഫിലമെന്റിനെ പെട്ടെന്ന് തന്നെ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. അതേസമയം ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റം ആകുമ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻസി കുറയും. ഷാർപ്പും ക്ലീനുമായ പ്രിന്റുകൾ ലഭിക്കണമെങ്കിൽ ഇത്തരം റിട്രാക്ഷൻ വളരെ എഫിഷ്യന്റ് ആയിട്ട് നടന്നേ പറ്റും. സോ അവിടെയും ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം മുന്നിൽ വരും. ഇനി സ്പീഡിന്റെ കാര്യം എടുക്കാം. സ്പീഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏതാണ് ബെറ്റർ, ബൗഡൻ എക്സ്ട്രൂഷൻ സിസ്റ്റം ആണോ അതോ ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ആണോ? ഈ ഒരു കാര്യത്തിൽ വളരെ വലിയ ഡിഫറൻസ് ഒന്നും രണ്ട് സിസ്റ്റം തമ്മിലില്ല. എങ്കിലും ഒരു 0.1% നമുക്ക് പറയാം ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ആണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം ഫിലമെന്റിന് സഞ്ചരിക്കാനുള്ള ദൂരം വളരെ കുറവായതുകൊണ്ട് അത് സ്പീഡിൽ പ്രിന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് നമുക്ക് പറയാം. സോ ബെറ്റർ പ്രിന്റ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിന് ഒരു നെഗറ്റീവ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പർ മോട്ടറും ഈ സെറ്റ് ഓഫ് ഗിയേഴ്സ് എല്ലാം നമ്മൾ ഈ ബാക്കിലെ ഈ പൊസിഷനിൽ നിന്ന് എടുത്ത് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെയിറ്റ് എല്ലാം തന്നെ ആക്ട് ചെയ്യുന്നത് ഈ ഒരു എക്സ് ആക്സിസിലാണ്. അതായത് ഈ എക്സ് ആക്സിസിന്റെ ഈ സൈഡിലെ സ്റ്റെപ്പർ മോട്ടറിലാണ് ഈ വെയിറ്റ് എല്ലാം വരുന്നത്. അത് വളരെ വലിയൊരു വെയിറ്റ് ഒന്നുമല്ല, എങ്കിലും കമ്പാരേറ്റീവ്ലി കുറച്ചുകൂടെ വെയിറ്റ് അവിടെ വരുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രിന്ററിന്റെ എഫിഷ്യൻസിയെ വലുതായി ബാധിക്കുന്നൊന്നുമില്ല. വി ക്യാൻ സേ ലൈക്ക് അതൊരു നെഗറ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് വെൻ കമ്പയർഡ് ടു ഓൾ ദ പോസിറ്റീവ്സ് ജസ്റ്റ് ഗോ ഫോർ ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം. അതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പ്രിന്ററുകളും തന്നെ ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം ആണ്. അതായത് ആർക്കും ഈ വീഡിയോ കാണുന്ന ആർക്കും തന്നെ ഈ ഒരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റം അവരുടെ പ്രിന്ററിൽ കൊണ്ടുവരാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ അപ്ഗ്രേഡിൽ 2 3D പ്രിന്റർ പാർട്സ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേറെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ഒന്ന് ഈ ഒരു സ്റ്റെപ്പർ മോട്ടർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പാർട്ടും, പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ ചെറിയൊരു പീസ് ഉണ്ട്. ഈ ഒരു ലിമിറ്റ് സ്വിച്ച് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഈ ഒരു മോഷൻ വരുന്ന സമയത്ത് ലിമിറ്റ് സ്വിച്ച് കുറച്ച് മുമ്പേ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കൂടെ വരുന്നുണ്ട്. ഈ 2 പാർട്സ് മാത്രം നിങ്ങൾക്ക് 3D പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഒരു പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ട് അപ്ഗ്രേഡ് ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ 3D പ്രിന്റഡ് പാർട്സ് ഞാൻ പ്രിന്റ് ചെയ്തിരിക്കുന്നത് PETG-യിലാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പർ മോട്ടർ ഹോൾഡർ ആണിത്. നിങ്ങൾക്ക് ചിലപ്പോൾ PLA-യിലൊക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പാർട്ട് പ്രിന്റ് ചെയ്ത് തരുന്നതായിരിക്കും. PETG നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് തരാം. ഓക്കെ ഗൈസ്, എനിവേസ് ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 3D പ്രിന്റിംഗ് ടിപ്സ് ആൻഡ് അപ്ഗ്രേഡ്സ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ചാനലിലെ മറ്റ് വീഡിയോസ് കൂടെ ഫോളോ ചെയ്യുക. അത് കൂടാതെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ see you in the next video. Till then, take care and bye bye.